കാളാഞ്ചിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്നെസ് ആണ്. ഷോപ്പിംഗ് ഡേ പൊട്ടണ സാധനം ഉണ്ട് കേട്ടോ, പതുക്കെ എടുത്ത് വെച്ചോ. ആ പൊട്ടിത്തെറിച്ച് താഴെ വീഴും. അത് പറയുമ്പോ തന്നെ പേടിയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാം അഭിപ്രായം മാനിച്ച് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇതിലും ചെറുത് മേടിച്ചാൽ ഞാൻ കുത്തൂല കാരണം ഇനി ഇതെന്നെ പോലും തുറന്നു നോക്കി കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷത്തിന് ദിനങ്ങളാണ്. ആദ്യം ചക്ക വെച്ചതും കാളാഞ്ചി മീൻ കറിയും. ആഹാ അന്തസ്. പിന്നെ ബർഗർ വെജിറ്റബിൾ ആണോ? പിന്നെ അപ്പുറത്ത് മാമ്പഴം. ആൻസിലെ ബർഗറാ. പിന്നെ ചക്ക വെച്ച് കോഫി ഇപ്പൊ വരും. ചക്ക സീസൺ കഴിഞ്ഞപ്പോൾ അമ്മ മനഃപൂർവ്വം തോന്നണം നമ്മുടെ ഫ്രീസറിലിരുന്ന പച്ചച്ചക്ക എടുത്ത് പുഴുക്ക് കൂടെ ഹൈലൈറ്റ് ആയിട്ട് കാളാഞ്ചി മീൻ കറി കേട്ടോ. കുറേ നാൾ കൂടിയാ കാളാഞ്ചി മീൻ വാങ്ങുന്ന ഇവിടെ. ഇപ്പൊ എത്ര കിലോ? 520. ഓ അത് ശരിക്കും ഇവിടെ കുറവാ. 1.5 കിലോ മേടിച്ചോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കാളാഞ്ചിയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ സോഫ്റ്റ്നെസ് ആണ്. നല്ല മീനാ. നല്ല രുചിയുണ്ട്. എങ്ങനെയുണ്ട് ബർഗർ? നല്ല വെജല്ലേ? നല്ല അമ്മയ്ക്ക് ഇപ്പൊ നല്ല ടേസ്റ്റിയാണ്. എനിക്ക് ബർഗർ വലിയ ഇഷ്ടമുള്ള ഒരു സാധനം. ചൂടാക്കിയാലേ പക്ഷെ അത് മുഴുവനും മെൽറ്റായി പോയിരിക്കും അതിനകത്തുള്ള ചീസൊക്കെ. ചീസല്ല മയണൈസ്. പക്ഷെ ഒരു രുചിയില്ല, നല്ല ടേസ്റ്റിയാണ്. ഓഗസ്റ്റ് 1 വെള്ളി വൈകിട്ട് 8 മണി പുതു ആരംഭം, പുതുമാസാരംഭം. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു മാസം എല്ലാവർക്കും പിറക്കട്ടെ. ഷോപ്പിംഗ് ഡേ. പൊട്ടണ സാധനം ഉണ്ട് കേട്ടോ, പതുക്കെ എടുത്ത് വെച്ചോ. പൊട്ടിത്തെറിച്ച് താഴെ വീഴും. അത് പറയുമ്പോ തന്നെ പേടിയാണ്. അതില് പൊട്ടണമൊന്നുമില്ല, ഇതിലേ ഉള്ളു പൊട്ടണത്. എന്നതാണോ പൊട്ടണത്? എന്തായാലും ചെറിയ പ്രതീക്ഷകളൊക്കെ പ്രതീക്ഷിക്കാം. അത് പൊട്ടണതല്ല, അതൊക്കെ എന്റെ ബ്യൂട്ടി സാധനങ്ങളാ. ടോണറാ ബോഡി ഷോപ്പിന്റെ. ഓഫർ വന്നപ്പോ മേടിക്കണം അതൊക്കെ. എനിക്കിതിനെപ്പറ്റി ഐഡിയ ഇല്ല. വെച്ചോ, കുഴപ്പമില്ല. ഓഫർ വന്നപ്പോ മേടിക്കണം അതൊക്കെ. അത് ഫ്രീ കിട്ടിയതാ. ബോഡി ലോഷൻ, പ്ലമ്മിന്റെ ബോഡി ലോഷൻ. മേടിച്ചപ്പോ ഫ്രീ കിട്ടിയതാ. അത് ഒരുമിച്ച് വെച്ചപ്പോ അത് എടുത്തപ്പോ ഇങ്ങനെ വന്നു എന്നുള്ളൂ കേട്ടോ. അത് അമ്മയ്ക്കല്ലേ. ഗാർണിയറിന്റെ BB ക്രീമാ. വൈറ്റമിൻ സി. ഇതാണ് അമ്മ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോ. അതെ 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 ടച്ചപ്പിന്. അതിന് പക്ഷെ ഓഫർ ഇല്ലായിരുന്നു. MRP തന്നെ കൊടുത്തു. ചെറിയ പൊട്ട്. പലരും അഭിപ്രായപ്പെട്ടു അമ്മയ്ക്ക് ചെറിയ. എനിക്കും അത് തോന്നിട്ടാ. പക്ഷേ ഇല്ലേ, ഇതിലും ചെറുത് എനിക്ക് വേണ്ട. ഇതിലും ചെറുത് വേണ്ട, ഇത് കറക്റ്റ് സൈസാ. ഇതിലും ചെറുത് മേടിച്ചാൽ ഞാൻ കുത്തൂല കാരണം കാര്യം എന്റെ മുഖത്തിന് ഇതിലും ചെറുത് നല്ലതായിരിക്കും. പക്ഷെ ഇതിലും ചെറുത് അല്ല, ഇത് അമ്മയ്ക്ക് കറക്റ്റാ. ഇത് മതി. ഇതിലും ചെറുത് വേണ്ട. മറ്റേത് വലിയൊരു വട്ടപ്പെട്ട. അത് പിന്നെ വെറൈറ്റിക്ക് മാറി മാറി കുത്താം. കണ്ടത് ഞാനിങ്ങനെ എടുത്തു. എപ്പോഴും ഇപ്പൊ ഷോപ്പിൽ കറക്റ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ എല്ലാം അഭിപ്രായം മാനിച്ച് മകള് ചെറിയ പൊട്ട് മേടിച്ചു. അപ്പൊ നാളെ നമുക്കിത് രണ്ടും മാറി മാറി കുത്തി കാണിക്കാം. ചെറുതും കാണിക്കാം, വലുതും കാണിക്കാം. എന്നിട്ട് ഏതാ നല്ലതെന്ന് നമുക്ക് നോക്കാം, അഭിപ്രായം പറയാം. അതെ. പിന്നെ ആഫ്റ്റർ ഓൾ അത് അമ്മയുടെ ഇഷ്ടമാണ് എന്ത് ഇടണം എന്നുള്ളത്. അമ്മയുടെ ഇഷ്ടമാണ്, അതനുസരിച്ച് ഇടാം. ഇത് കുഴപ്പമില്ല. ഇതിലും ചെറുത് അല്ല, ഇതില് ചെറുത് വേണ്ട. ഇത് അമ്മയ്ക്ക് കറക്റ്റ് സൈസാവും. തുറന്നു നോക്കി കിട്ടിയിട്ടില്ല. പണ്ടൊരിക്കൽ ഒരുപാട് ഞാൻ നോക്കി നടന്നിട്ടുള്ള ഒരു സാധനം. പക്ഷെ ഇപ്പോഴാണ് ഒത്തു കിട്ടിയത്. മനസ്സിലായിട്ടില്ല. ഞാൻ അല്ലേലും നോക്കി നടക്കുന്ന സാധനങ്ങളൊക്കെ പിന്നീട് എനിക്ക് കിട്ടാറുണ്ട്. അതായിരിക്കും അതിന്റെ യഥാർത്ഥ സമയം. അതായിരിക്കും എല്ലാത്തിനും അങ്ങനെ ഒരു ടൈം. നമ്മളെല്ലാം വിചാരിച്ചത് അപ്പ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരമായി പോകും. ദൈവം വലിയവനല്ലേ. പക്ഷെ പിന്നീടാണേലും കിട്ടുന്നുണ്ടല്ലോ. അക്കാര്യത്തില് വലിയ ഭാഗ്യല്ലേ.
തീർച്ചയായിട്ടും. ഇപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. രാജസ്ഥാൻ കപ്പ് പോലത്തെ അന്ന് നമ്മള് ഋതിക്കിന്റെ അടുത്ത് ചായ കുടിക്കുമ്പോ ഞാൻ എപ്പോഴും പറയാറില്ലേ, ഈ ഷേപ്പിലുള്ളത് ഞാൻ എപ്പോഴും നോക്കും, കിട്ടാറില്ലാന്ന്. നല്ലത്. അപ്പ കണ്ടില്ല. 2 150 രൂപ. ആ എക്സിബിഷൻ ആണോ? അവിടെ നിന്നല്ലേ കൊറേ ഇരിപ്പുണ്ട് അവിടെ. വേണമെങ്കിൽ 2-3 മേടിക്കാം. അപ്പയോട് ചോദിച്ചിട്ട് മതി. എനിക്ക് ഈ കപ്പ് ചായ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പൊ കപ്പുകൾ ഇവിടെ ഉള്ളത് കൊണ്ടേ അപ്പക്ക് ചിലപ്പോ ഇത് കാണുമ്പോ ഒരെണ്ണം വേണോന്ന് പറയും. വേറെ പല മോഡൽ കപ്പുണ്ട് കേട്ടോ. ഈ എക്സിബിഷൻ വിസിറ്റിംഗ് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. കാരണം ഒരു കുടക്കീഴിൽ ഒരുപാട് വെറൈറ്റി സാധനം കാണാമല്ലോ. അപ്പം ഞങ്ങൾ അങ്ങനെ പോയതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നല്ലതാ. നല്ല കോഫി മഗ് കേട്ടോ. കൊറേ മോഡൽസ് അവിടെ ഉണ്ട് കേട്ടോ. അല്ലേ? സാധാരണ എക്സിബിഷൻ 150 രൂപ അല്ലേ? സാധാരണ എക്സിബിഷന് കാണുന്നതിനേക്കാൾ കൂടുതൽ കൊറേ മോഡൽസ് അവിടെ ഉണ്ട് ഇങ്ങനത്തെ. പിന്നെ കൊറേ പ്ലേറ്റുകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള മോഡൽസ്. ചോദിക്കാം. അതെനിക്ക് നട്ട്സ് ഇട്ട് വെക്കാനാണ്. നല്ലതാ. ഒന്നില് പംകിൻ, ഒന്നില് സൺഫ്ലവർ, ഒന്നില് ഫ്ലാക്സ് സീഡ്. നാളെ ഇതേ കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി. കുഴപ്പമില്ല. കുഴപ്പമില്ല. എന്നിട്ട് ഉപയോഗിച്ചാൽ മതി. 3 എണ്ണം 140 രൂപയാണ് അതിലേക്ക്. അത് തന്നെയാന്ന് തോന്നുന്നു. അത് എക്സിബിഷൻ ആണോ? അല്ലല്ല, അത് ലുലൂന്ന. അതൊന്നും എക്സിബിഷൻ ഒന്നല്ല. കോണിന്റെ കുപ്പി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കോൺ സാധാരണ പതിവുള്ളതാ. അടുത്തത് നോക്കാൻ പറയായിരുന്നു. കപ്പ. അതൊക്കെ ക്യാരറ്റ്, ബീൻസ്, ഇതൊക്കെ പുഴുങ്ങി കഴിക്കാനുള്ളതാ. ഇങ്ങോട്ട് വെക്കാം. പുഴുങ്ങിയല്ല, ഞാൻ ഈ നെയ്യില് സോട്ട് ചെയ്തിട്ട് കഴിക്കാനാ. ക്യാരറ്റ് ഇവിടെ ഉണ്ടായിരുന്നോ? ക്യാരറ്റ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല. ഇത് 2-3 ഉള്ളൂ. ഞാൻ ഇടയ്ക്ക് ഈ പച്ചക്കറികളെല്ലാം വഴറ്റി കഴിക്കും. അത് ക്യാപ്സിക്കം, അതും വഴറ്റി കഴിക്കാനാ. പച്ച. ഒരെണ്ണം അമ്മ കറി വെക്കാൻ എടുത്തോ? എനിക്ക് ഒരെണ്ണം മതി. 2 എണ്ണം 29 രൂപ. 200 ഗ്രാം 280 രൂപ. നല്ല വിലയാട്ടോ അതിനിപ്പോ. അവിടെയും കിട്ടിയില്ല. ഇത്രയുള്ളോ സാധനങ്ങള്? 4/7/25 ആണ് പാക്കിങ്. 3/1/27 വരെ. അപ്പൊ ഇത്രയാണ് സംഭവങ്ങൾ. ഇനി അമ്മയ്ക്ക് ഏതാണ്ട് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ. എനിക്ക് കാണിക്കുന്ന എടുത്തോണ്ട് വരാം. നോബി വന്നായിരുന്നു. അപ്പൊ പിന്നെ പറയണ്ട. ഇനി അമ്മാച്ചിന്റെ റംബൂട്ടാൻ കഴിഞ്ഞപ്പോ നോബി ഇനി എത്തി. അതെ. ഞാൻ കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഊഹിക്കുന്നതിൽ കൂടുതലുണ്ടാവും. എടുത്തോണ്ട് വരാട്ടോ. ആഹാ, നല്ല റെഡിഷ് റംബൂട്ടാൻ. എല്ലാം പഴുത്തതാ. എല്ലാം പഴുത്തതാ. ഇതിലേ വന്ന് തന്നേച്ചു പോയതാ. ഇത് മാത്രല്ല, അപ്പയ്ക്ക് ഒരു ബിഗ് പപ്പായ റെഡ് ലേഡി, അത് ഞാൻ കാണിച്ചു തരാം. അത് സ്ഥിരം കൊണ്ടുപോകാനാണല്ലോ. ഇപ്പൊ റംബൂട്ടാൻ നമ്മൾ ചിലപ്പോ ഇനി വരുമ്പോഴത്തേക്കും തീർന്നു പോകുമെന്നും പറഞ്ഞാണ്. ഒരുപാട് പേർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടല്ലോ. അപ്പൊ പുള്ളി കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ കഴിച്ചേച്ച് നീ അഭിപ്രായം പറഞ്ഞാൽ മധുരം ഉണ്ട്. ഞാനും അപ്പൊ ഓരോന്ന് തിന്ന് നോക്കിയായിരുന്നു. അത് വേണമെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് കഴിച്ചേക്കാം. ഓക്കെ. അടുത്തത് പപ്പായ. അത് കാണിക്കാം. പപ്പായ. ഓ എന്റെ പൊന്നെ, അമ്മയ്ക്ക് ഇപ്പൊ സന്തോഷത്തിന് ദിനങ്ങളാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോ ഇച്ചിരി പ്രതാപം കൂടുതലാണല്ലോ. അതെ 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 അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. കൊച്ചു കൊച്ചു സാധനങ്ങളെ ഇന്നുള്ളൂ, പക്ഷെ എല്ലാം ഇതിനും കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. ഓക്കെ. അപ്പൊ ഇന്നലെ വൈകിട്ട് ഞാൻ കുറെ കഴിച്ചു. ഇന്നും ഞാൻ ദേ കഴിച്ചോണ്ടിരിക്കുകയാണ്. നല്ല മധുരമാണ് കേട്ടോ. കടുമധുര. ഈ വർഷം റംബൂട്ടാൻ കഴിക്കാൻ പറ്റാത്തവരെല്ലാവരും മനസ്സിൽ ഓർത്തുകൊണ്ട് ഞാൻ കഴിക്കണം. അപ്പൊ നോചാച്ചയ്ക്ക് പ്രത്യേകം താങ്ക്സ് കേട്ടോ. നല്ല മധുര. നല്ല റംബൂട്ടാനാ. E35 മഞ്ഞ. അപ്പൊ ഇതാണ് വലിയ പൊട്ട് കുത്തിയിട്ടുള്ള അമ്മയുടെ ലുക്ക്. എങ്ങനെയുണ്ടെന്ന് പറയണേ. വലിയ പൊട്ടിനും ഇപ്പൊ ഉപയോഗിക്കുന്ന ചെറിയ പൊട്ടിനും ഇടയ്ക്കുള്ള പൊട്ടാണ് ഞാൻ കുത്തിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു പ്രാവശ്യം ഷൈനിൽ അവിടെ മുളന്തരത്തിൽ ഷോപ്പിൽ ചെന്നപ്പോ വലിയ പൊട്ടേ ഉള്ളൂ. ഞാൻ കുത്തണ മോഡലിലുള്ള പൊട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വലിയ പൊട്ട എടുത്തോണ്ട് പോകുന്നത്. പിന്നെ ഇവള്
ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞില്ലേ ചെറിയ പൊട്ടാൻ നല്ലതെന്ന് പറഞ്ഞ് ഇവള് ഒരു പ്രാവശ്യം ഓഫീസിൽ പോയി വന്നപ്പോ ചെറിയ പൊട്ട് വാങ്ങിച്ചോണ്ട് വന്ന. അതിപ്പോ നിങ്ങൾ കണ്ടു. അപ്പൊ വലിയ പൊട്ടും ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള പൊട്ടാണ് ഞാൻ ചെയ്തോണ്ടിരുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ ഇനിയിപ്പൊ അത് സെർച്ച് ചെയ്ത് അവിടെ കടയിൽ ചെല്ലുമ്പോ വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ആവുമ്പോ അത് ഞാൻ മേടിക്കും. അപ്പൊ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം. ഒന്ന് വലിയ പൊട്ട്, അതിന് ശേഷം ഇനി ചെറിയ പൊട്ട് കുത്താം. അതെ, മാറ്റട്ടെ? മാറ്റിക്കോ. മാറ്റിയിട്ട് ഇത് വെക്കണ സ്ഥാനം നോക്കണം കേട്ടോ, എവിടെയാണ് പൊസിഷൻ. കൈ മാറ്റാ. കറക്റ്റാണ്. പൊട്ട് സ്ഥിരം കുത്തണോണ്ട് പൊസിഷൻ ചിലപ്പോ കറക്റ്റായി കിട്ടും. അതെ. ഇപ്പൊ ഏത് ലുക്കാണ്, വലിയ പൊട്ടിന്റെ ലുക്കാണോ ചെറിയ പൊട്ടിന്റെ ലുക്കാണോ അമ്മയ്ക്ക് ചേരണ്ടേന്ന് നിങ്ങൾ കമന്റ് ചെയ്യൂട്ടോ. തീർച്ചയായിട്ടും. അതനുസരിച്ച് അമ്മ മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും. പിന്നെ രണ്ടിനും ഇടയ്ക്കുള്ളത് കിട്ടിയാൽ ഞാനത് വാങ്ങിക്കും, എന്നിട്ട് അതും കുത്തി കാണിക്കാം. അപ്പൊ ഇത് ഇച്ചിരി ചെറുതായി പോയെന്നാണ് അമ്മയുടെ അഭിപ്രായം. ഇച്ചിരി ചെറുതായി, ഇൻ ബിറ്റ്വീൻ ഉള്ളതാണ് പാകം എനിക്ക്. ഇത് ഞാൻ പറഞ്ഞില്ലേ അന്ന് അവൈലബിൾ അല്ല, ഞാൻ പിന്നെ പുറത്തേക്ക് പോയില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഇവിടെ മേടിച്ചോണ്ടും വന്നുപോയി. അപ്പൊ ഇത് രണ്ടും കുത്തി തീർന്നിട്ട് അത് കിട്ടുമ്പോൾ അത് വാങ്ങിക്കും. പിന്നെ ഇതിന്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായത്തിനായി കാത്തിരിക്കുന്നു. അതെ, ഓക്കെ.